ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഉച്ചയ്ക്ക് മുതലുള്ള വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. അപ്പം ലഞ്ചിന് ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ഹസ്ബൻഡിൻ്റെ ബ്രദറും ഫാമിലിയും സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ച് കൂടിയതാണ്. അപ്പം വന്ന ഉടനെ നാരങ്ങ കിട്ടി. അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുകയൊക്കെ ആയിരുന്നു കുറേ സമയം. അപ്പം ഞാൻ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഹോം ടൂർ പോലെ എന്ന് പറയാൻ പറ്റത്തില്ല, കുറഞ്ഞ വീഡിയോസേ എടുത്തിട്ടുള്ളൂ. എല്ലാം മുഴുവനായിട്ട് എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കണ്ടു നോക്കാം. അങ്ങനെ ലഞ്ചൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. സ്പെഷ്യൽ നെയ്ച്ചോറ്, ബീഫ് കറി, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, പരിപ്പ് കറി, അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറേ സംസാരങ്ങളൊക്കെ തന്നെയായിരുന്നു. ബ്രദറിൻ്റെ വീട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പം സിസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും മോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഉള്ളത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറേ സമയം സംസാരിച്ചൊക്കെ അങ്ങനെ ഇങ്ങോട്ട് ഇരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അതും കഴിച്ചു. പിന്നെ രാത്രിയിൽ ഒരു ഫിലിം കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും പിന്നെ അവിടെ തന്നെ നിന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരമൊക്കെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഉമ്മൻ്റെ ആണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കബറമ്പുറത്തൊക്കെ ഒന്ന് പോയി വന്നു. വൈകുന്നേരം നല്ല മഴയായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ഇതൊരു റൂമിൻ്റെ വീഡിയോ എടുത്തതാണ്. ജസ്റ്റ് റൂം ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം അടുത്ത് ഇൻറ്റീരിയറൊക്കെ ചെയ്തതാണ്. ബ്രദറിൻ്റെ മോളുടെ റൂമിൽ വിൻറ്റേജ് സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കാം. ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും മോന് സ്കൂളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഫുഡൊക്കെ എടുത്തു കൊടുത്തു. അവനത് കഴിക്കുകയാണ്. അപ്പോൾ അവന് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്കൂള് കഴിഞ്ഞാൽ മദ്രസ, അപ്പോൾ അങ്ങനെയൊക്കെ അവൻ്റെ ടൈം പോകുന്നുണ്ടായിരുന്നു. പിന്നെ താത്ത അവിടെ കോഫിയും ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇതൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കബറമ്പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈവനിങ്ങിൽ നല്ല മഴയായിരുന്നു. പിറ്റേ ദിവസം ഉമ്മൻ്റെ ആണ്ടായതുകൊണ്ട് ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടെ ഒന്ന് പോയതാണ്. അങ്ങനെ പിന്നെ തിരിച്ച് വന്നിട്ട് വീണ്ടും ഞങ്ങൾ ഒരു ചായയും കൂടെ കുടിച്ചു. താത്ത പിന്നെയും ചായയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ബേക്കറൊക്കെ വെച്ചിട്ട് കഴിച്ചു. ബേക്കറി ഒന്നും പിന്നെ അങ്ങനെ കഴിച്ചില്ല. നെയ്ച്ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വിശക്കില്ലല്ലോ. അങ്ങനെ പിന്നെ എല്ലാവരും വെറുതെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് ചായയൊക്കെ ഫുള്ള് കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഡൽഹി, രാജസ്ഥാൻ അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു തരായിരുന്നു. ഇത് രാജസ്ഥാനിൽ നിന്ന് എടുത്തൊരു പിക്കാണ്, അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്.
അങ്ങനെ അതൊക്കെ നോക്കി എല്ലാവരും കൂടെ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. ട്രിപ്പ് കാര്യങ്ങൾ അതൊക്കെ ആയിരുന്നു പിന്നെ അതിനെപ്പറ്റിയുള്ള സംസാരങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫിലിം കാണാൻ വേണ്ടിയിരുന്നു. ഗുരുവായൂർ അമ്പലനടയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അടിപൊളി ഫിലിമാണ്. അടിപൊളി തന്നെ ചിരിച്ച് നമുക്ക് കഴിയുന്നവരെ നല്ലപോലെ ചിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഫുഡ് രാത്രിക്കേക്കുള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷവർമ്മ ആണ്, അൽത്താസയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ അത് വന്നു. പിന്നെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അൽത്താസയിലെ ഷവർമ്മ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഉച്ചയ്ക്ക് എല്ലാവരും. ഞാൻ പറഞ്ഞു ഉമ്മൻ്റെ ആണ്ടായിരുന്നു. പക്ഷേ അന്നുള്ള വീഡിയോസൊന്നും വിചാരിച്ച പോലെ എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഞാൻ പായസം ഉണ്ടാക്കുന്നതും ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ആ ഒരു തുടക്കത്തിൽ എടുത്തതാണ്. പിന്നെ എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. നമ്മൾ തിരക്കാകുമ്പോൾ അതൊക്കെ അങ്ങോട്ട് വിട്ടുപോയി, വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ജസ്റ്റ് ആ ഒരു വീഡിയോ മാത്രമേ ഇതിലുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് ഫോട്ടോ ഒക്കെ എല്ലാവരും കൂടെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ സിസ്റ്റർ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.